എല്ലാവർക്കും നമസ്കാരം. നാളത്തെ കഴിഞ്ഞ് ശനിയാഴ്ച ഓഗസ്റ്റ് മാസം പിറക്കുകയാണ്. അതായത് ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച. നാളെ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ദിവസം ഓഗസ്റ്റ് മാസം 1-ാം തീയതി. അപ്പോൾ അത് കണക്ക് കൂട്ടി ഇന്ന് സൂര്യോദയത്തിൽ ഒന്ന് രാശി വെച്ച് നോക്കിയപ്പോൾ ഇന്നിവിടെ ഇതിൽ പറയാൻ പോകുന്ന ഈ 4 രാശിക്കാർക്ക്, അതായത് 4 രാശിയിൽ വരുന്ന 12 നക്ഷത്രക്കാർക്ക് വൻ ധനനേട്ടത്തിന് ഭാഗ്യം സിദ്ധിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ മാസാരംഭത്തിൽ ആ ഗ്രഹനില ഒന്ന് വ്യക്തമായി പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഗോചരപ്രകാരം ഫലം പറയാൻ പോകുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില വരുന്നത് ചൊവ്വ ഇടവം രാശിയിലും, ബുധൻ മിഥുനം രാശിയിലും, സൂര്യനും വ്യാഴവും കർക്കിടകം രാശിയിലും, ശുക്രനും കേതുവും ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനി മീനം രാശിയിലുമാണ് മാസാരംഭത്തിൽ സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ മാസത്തിലുള്ള മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ചന്ദ്രൻ അന്ന് കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. അതായത് കുംഭം രാശിയിൽ രാഹുവിനോടൊപ്പമാണ് ചന്ദ്രൻ ചേർന്ന് നിൽക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ കുംഭം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയും തോറും തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുമെങ്കിലും ആദ്യം പറഞ്ഞതുപോലെ മാസ ആരംഭത്തിൽ ഈ പറഞ്ഞ 2 ദിവസങ്ങളിൽ ഇതിൽ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും ചന്ദ്രൻ്റെ സഞ്ചാരവും കണക്കിലെടുത്ത് അതിഗഹനമായിട്ടാണ് ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന 4 രാശികളിലായി വരുന്ന നിങ്ങൾ 12 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഫലപ്രവചനങ്ങൾ ഏകദേശം 90% കൃത്യമായി പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ 4 രാശിക്കാരുടെ ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അതായത് കഴിഞ്ഞ ഫലപ്രവചനങ്ങളുടെ വീഡിയോ ആണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണെങ്കിലും ശരി, ഇനി പറയാൻ പോകുന്ന വീഡിയോ ആണെങ്കിലും ശരി, അതാത് ദിവസത്തെ സൂര്യോദയ പ്രകാരമുള്ള ആരൂഢ പ്രകാരം പ്രവചനം നടത്തുമ്പോൾ കഴിഞ്ഞ ഫലപ്രവചനത്തിൽ ദോഷസ്ഥിതിയിലായിരുന്ന നക്ഷത്രക്കാർക്ക് ഈ പ്രാവശ്യം ഗുണപ്രദമായിട്ട് സംസാരിക്കേണ്ടി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഗുണപ്രദമാണെന്ന് പ്രവചിച്ച അതേ നക്ഷത്രക്കാർക്ക് ഈ പ്രാവശ്യം ദോഷസ്ഥിതിയാണെന്നും സംസാരിക്കേണ്ടി വന്നേക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിച്ച 10,000-കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ട് വേണം ഈ ഫലപ്രവചനത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെ കൃത്യമായ പരിഹാര മാർഗങ്ങളിലൂടെ ഈ ദോഷത്തെ നമുക്ക് മറികടക്കാനും തീർച്ചയായും സാധിക്കും. പ്രത്യേകിച്ചും ഈ വരുന്ന കർക്കിടക മാസം 15-ാം തീയതി മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട്. അതിലേക്ക് ഇതുവരെ പേരും ജന്മനക്ഷത്രവും തരാത്തവർ കൃത്യമായി ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ NMB ജ്യോതിഷം ആപ്പ് വഴി പറഞ്ഞാലും മതി. അതാകുമ്പോൾ എപ്പോഴും ഈ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു നോക്കേണ്ട ആ ഒരു സാഹചര്യമുള്ളപ്പോൾ എനിക്ക് എത്ര ദൂര സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജുകളും അതിനോടൊപ്പം കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ ആവശ്യം പറയുന്നതിനോടൊപ്പം തന്നെ ഏത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടത് അത് ഓരോന്നും കൃത്യമായി കണ്ടുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൃത്യമായി കാണിച്ചു തരാനും സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത. ശരി, അപ്പോൾ ഇന്നത്തെ നക്ഷത്രഫലത്തിലേക്ക് വന്നാൽ, മൂകമായി നിന്ന ഈ 12 നാളുകാർക്ക് വൻ ധനനേട്ടം, അതും 4 വഴിയിൽ കൂടി ഇവർക്ക് ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ഇതേക്കുറിച്ചാണ് വിശദമായി ഇവിടെ ഗണിച്ച ഫലം പറയാൻ പോകുന്നത്. ഈ ഫലപ്രവചനം പ്രാബല്യത്തിൽ വരുന്നത് ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് 15-ാം തീയതി ആകുമ്പോൾ പ്രബലമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്നാൽ ഇത് കേവലം ഈ ഓഗസ്റ്റ് മാസത്തിലെ മാത്രം ഒരു ഫലപ്രവചനമായിട്ട് കാണേണ്ടതില്ല. പറയാൻ കാരണം, ഇത് നിങ്ങളുടെ ജാതകപ്രകാരം പ്രധാന ഗ്രഹങ്ങളുടെ ബലമനുസരിച്ച് അല്പം കൂടി നീണ്ടുപോകാനും മതി. എന്ന് മാത്രവുമല്ല, ഈ പറഞ്ഞ ഈ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് പുരോഗതി കൈവരിക്കാനും സാധിക്കുന്നത്. അല്ലാത്തവർക്ക് അല്പം കൂടി വൈകും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അവരുടെ ജീവിതം അത്യുന്നതങ്ങളിലേക്ക് കുതിച്ചുയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ പക്ഷേ കോടീശ്വരനൊന്നും ആയില്ലെങ്കിലും ലക്ഷങ്ങൾ വരെ നിങ്ങൾക്ക് കയ്യിൽ വന്നു ചേരാനുള്ള അവസ്ഥകൾ സംജാതമായേക്കും. അത് നിങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്.
ശരി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രഹനില പ്രകാരം ഇതിലേക്ക് ആദ്യമായി വരുന്ന രാശി കർക്കിടകൻ രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം, പൂയം, ആയില്യം. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഇനി തെറ്റില്ല എന്നാണ് ഏറ്റവും ആദ്യമായി തന്നെ ഇവിടെ പറയാനുള്ളത്. കാരണം ഇതിൽ തന്നെ ഈ ഭൂമി വിൽപ്പന അത് വളരെ നാളുകളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആളുകൾക്ക് അവർ മനസ്സിൽ കണക്ക് കൂട്ടിയ ആ ഒരു വിലയ്ക്ക് തന്നെ അവരുടെ ഭൂമി അല്ലെങ്കിൽ കെട്ടിടം തീർച്ചയായും കച്ചവടം നടന്നു കിട്ടാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് മുന്നിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നം അനുഭവിച്ചവർക്കെല്ലാം ഈ ഓഗസ്റ്റ് മാസം തന്നെ പരിപൂർണമായി കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ 2026 ഡിസംബർ 14 മുൻപായി തന്നെ അവരുടെ ഗൃഹത്തിൻ്റെ പരിപൂർണ ജോലിയും കഴിഞ്ഞ് അവിടെ അവർ പുര കയറി താമസം നടത്തിയിരിക്കും. കാരണം അതിനുള്ള ഭാഗ്യയോഗം സിദ്ധിക്കും എന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത്. മാത്രവുമല്ല ഈ രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും 4 വഴിയിൽ കൂടി വരുമാനം ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. അതായത് നിലവിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ജോലി കയറ്റത്തിലേക്കായിരിക്കാം വന്നു ചേരുന്നത്, അല്ലെങ്കിൽ വാതുവെപ്പ് പോലുള്ള സംരംഭങ്ങളിൽ നിന്നും വരുമാനങ്ങൾ വന്നു ചേരും. അതുമല്ലെങ്കിൽ വസ്തു വിൽപ്പന അതുപോലുള്ള ഈ ക്രയവിക്രയങ്ങളിൽ നിന്നും ധനാഗമനം ഉണ്ടായിത്തീർന്നേക്കും. ഇനിയിപ്പോൾ ഇതുമല്ലെങ്കിൽ ഊഹക്കച്ചവടം പോലുള്ള ഉറപ്പില്ലാത്ത കൊടുക്കൽ വാങ്ങലുകളാണെങ്കിൽ പോലും അതിൽ നിന്നും വരുമാനം വന്നു ചേരാൻ യോഗമുണ്ടായിത്തീരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2026 വർഷം ഈ ഓഗസ്റ്റ് മാസം മാത്രമല്ല മുന്നോട്ടുള്ള മാസങ്ങളിലും ബുധാദിത്യ യോഗത്തിൻ്റെ ഫലമായി തീർച്ചയായും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയുമാണ് കർക്കിടകൻ രാശിക്കാർക്ക് വേണ്ടി ഫലം പറയാനുള്ളത്. അതിന് അടുത്ത് രണ്ടാമതായി വരുന്ന രാശി വൃശ്ചികൻ രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട. നിങ്ങൾ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, ഒരുപക്ഷെ ഇതിൽ 1.5 വർഷമായിട്ട് എന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അത്രയും കാലമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പറയാൻ കാരണം ഒരു കാരണവും കൂടാതെ വളരെയധികം ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നവർ ഇക്കൂട്ടത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ യാതൊരു കാരണവും കൂടാതെ ജോലി സ്ഥലത്തു നിന്നും അവർ സ്വയമായിട്ട് രാജിവെച്ച് പോരേണ്ട അവസ്ഥകൾ അവർക്ക് സംജാതമാവുകയോ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് തന്നെ നേരിട്ട് സസ്പെൻഡ് ചെയ്ത് അവരെ പുറത്തേക്ക് വിടുകയോ ചെയ്യേണ്ട അവസ്ഥാവിശേഷങ്ങൾ സംജാതമായിട്ടുള്ളവരും ഇക്കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇതോടുകൂടി നിങ്ങൾക്ക് അറുതി വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം കർക്കിടകത്തിലെ സൂര്യൻ്റെ സംക്രമണ ഫലമായി ഇവർക്ക് ഈ വരുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വളരെ വലിയ നിധിശേഖരമോ അല്ലെങ്കിൽ വളരെ വലിയൊരു തുക ഇവർക്ക് ദൈവാധീനത്തിൻ്റെ ഫലമായി ഇവരുടെ കൈകളിലേക്ക് വന്നു കിട്ടാൻ യോഗമുണ്ടായിത്തീരും. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് വേണ്ടി പറയാനുള്ളത്, വിവാഹത്തിനായി ഇതിൽ കാത്തിരുന്നവർക്ക് അവർ മനസ്സിൽ ഉദ്ദേശിച്ച ജീവിത പങ്കാളിയെ ഭർത്താവായോ അല്ലെങ്കിൽ ഭാര്യയായോ ലഭിക്കാൻ യോഗമുണ്ടായിത്തീരും. അതിനുശേഷം വിദേശയാത്ര നടത്തുകയും അവിടെ ഉയർന്ന ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാനും യോഗം വ്യക്തമായി കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എല്ലാവർക്കും സംഭവിക്കുമെന്നല്ല ഈ പറയുന്നത്. ഇതിൽ അതിനുള്ള യോഗമുള്ളവർക്കാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും പ്രായമായവർക്ക് ഇത് നോക്കേണ്ട കാര്യമില്ല. എന്നാൽ തീരെ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ 15 വയസ്സ് 18 വയസ്സുള്ളവർക്കൊന്നും ഈ പറഞ്ഞ ഫലം അനുഭവത്തിൽ വരില്ല. കാരണം ഇതിന് യോഗ്യതയുള്ളവർക്കാണ് ഇത് അനുഭവത്തിലേക്ക് വരിക. അങ്ങനെയാണ് ഈ ഫലപ്രവചനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, വീട്ടിൽ നിലനിന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി, അതായത് ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒച്ചപ്പാടും വഴക്കുമെല്ലാം ഇതോടുകൂടി അവസാനിക്കും. അങ്ങനെയാണ് വ്യക്തമായി കാണുന്നത്. മാത്രമല്ല നല്ല സമാധാന അന്തരീക്ഷം ഗൃഹത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ ജോലിസ്ഥലത്താണെങ്കിലും സംജാതമായേക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി വെച്ച് പറയുകയാണെങ്കിൽ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഈ വിദേശത്ത് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനോ യോഗമുണ്ടായിത്തീരും. ഇത് ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ആദ്യത്തോടു കൂടിയും നടന്നേക്കും. അപ്പോൾ എന്തായാലും ശരി, സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്നും വരുമാനം ഉണ്ടായി തുടങ്ങും. അങ്ങനെയാണ് വ്യക്തമായി കാണുന്നത്. നിങ്ങളിൽ തന്നെ ഒരേ സമയം അനേകം ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അവർ പ്രതീക്ഷിച്ചതിലും ഇരട്ടി വരുമാനം വന്നു ചേരാനുള്ള യോഗവും ഇതിനോടൊപ്പം വ്യക്തമായി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു സ്ഥലത്ത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം മറ്റൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ 1-2 സൈഡ് ബിസിനസ്സുകൾ ഒരേ സമയം ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്.
അവർക്കെല്ലാം വളരെ വലിയ സാമ്പത്തിക ശേഷി വന്നു ചേരും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇത്രയുമാണ് വൃശ്ചികൻ രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമതായിട്ട് വരുന്ന രാശി ധനുരാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടം എന്നീ 3 നക്ഷത്രക്കാരാണ്. നിങ്ങൾ ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ഈശ്വരാനുഗ്രഹമാണ്. അതായത് ഈ കഴിഞ്ഞു പോയ മറ്റേത് മാസങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൃത്യമായി കാണുന്നത് ഈ 2026 ഓഗസ്റ്റ് മാസം മുതൽ ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്തുക്കളും സംരംഭങ്ങളും ഉരുത്തിരിഞ്ഞു വരാനും യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം നിലവിലുണ്ടായിരുന്ന വാഹനം മാറ്റി പുതിയൊരു വാഹനം വാങ്ങാൻ യോഗമുണ്ടായിത്തീരും. അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം അറ്റകുറ്റപ്പണി ചെയ്ത് അത് പുതിയതാക്കി പുറത്തിറക്കാനുള്ള യോഗം ഉണ്ടായിത്തീരും. അതുപോലെ തന്നെ ഇതിൽ ഈ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, അതായത് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കുന്ന ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ ഓഗസ്റ്റ് മാസം മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും സംജാതമാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ചെറുകിട വൻകിട കച്ചവടക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗതമായിരിക്കുന്നത്. പറയാൻ കാരണം ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു തുക കടം വാങ്ങിയ ശേഷം അതുകൊണ്ട് വലിയ രീതിയിൽ ബിസിനസ് നടത്തി അവർ തന്ന ആ ഒരു തുക അവർക്ക് തിരികെ കൊടുക്കുകയും അതിൽ നിന്നുള്ള ലാഭവിഹിതം കൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വിദേശങ്ങളിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടം വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രക്കാരിൽ ഈ കടബാധ്യത എങ്ങനെ അടച്ചു തീർക്കും എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന ആളുകൾക്കെല്ലാം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി അതെല്ലാം ഘട്ടം ഘട്ടമായി ആണെങ്കിൽ പോലും തീർത്തെടുക്കാൻ അവസരങ്ങൾ സംജാതമാകും. അപ്പോൾ ഇത്രയുമാണ് ധനുരാശിക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓഗസ്റ്റ് മാസഫലം പറയാനുള്ളത്. ഇനി അടുത്തത് നാലാമതായി വരുന്ന രാശി കുംഭം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വർഷങ്ങളായിട്ട് സമാധാനമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ, അതായത് വളരെ വലിയ കടബാധ്യതകൾ അത് എങ്ങനെ അടച്ചു തീർക്കും എന്ന് ചിന്തിച്ച് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കാത്തവർ, അപ്പോൾ ആ രീതിയിലുള്ളവർക്ക് അവരുടെ ആ കടബാധ്യതകളെല്ലാം ഉടനെ തന്നെ തീർത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതൊരു പക്ഷേ ഈ ഓഗസ്റ്റ് മാസം അവസാനമോ അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വരെ നീണ്ടു പോയാലും അതിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. കാരണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എഫക്റ്റ് ആകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല വ്യാധികളും ഈ 2 മാസത്തോടു കൂടി, അതായത് ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തോടു കൂടി പരിപൂർണമായി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. പറയാൻ കാരണം അത്രയും സമയം മാത്രമേ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തികം ഈ 2026 ഓഗസ്റ്റ് അവസാനം ശുക്രൻ്റെയും ബുധൻ്റെയും രാശി പകർച്ചയുടെ ഭാഗമായി, പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഉന്നതിയിലെത്തും. അതോടൊപ്പം തന്നെ നവംബർ പകുതിക്ക് ശേഷവും വളരെ വലിയ ഉന്നതിയിൽ എത്തിച്ചേരാനും ഈ പറഞ്ഞ 2 സമയങ്ങളിൽ യോഗം കാണുന്നുണ്ട്. മാത്രമല്ല പലവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവും ഈ സമയത്ത് കാണുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും കർമ്മമേഖലയിൽ നോക്കുമ്പോൾ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷനോട് കൂടി ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചേരാനോ യോഗം സംജാതമായേക്കും. ഇത്രയുമാണ് കുംഭം രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോഴിവിടെ ഈ 4 രാശികളിലായി വരുന്ന നിങ്ങൾ 12 നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ ഓഗസ്റ്റ് മാസത്തെ ആ പ്രത്യേക ഫലവും അതിനെ തുടർന്നുണ്ടാകുന്ന ഗോചരവും വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഈ പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മനക്ഷത്രവും കൃത്യമായി തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് NMB ജ്യോതിഷ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് വ്യക്തമായി തരാം. അതാവുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് കണക്കുകൂട്ടിയെടുക്കാനും എഴുതിയെടുക്കാനും പെട്ടെന്ന് കാണാനും സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.